അമേഠിയിൽ നിന്നും തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ. എന്നാൽ അമേഠിയുടെ വികസനത്തെക്കാൾ അധികാരമായിരുന്നു അയാൾക്ക് പ്രധാനം. വാഗ്ദാനങ്ങൾ അനങ്ങാപ്പാറയായി നിലകൊണ്ടു. അമേഠിയുടെ മുറ്റത്തയാൾ സങ്കടത്തിന്റെയും വേദനയുടെയും മുള്ളുകൾ മാത്രം വിതച്ചു. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇവിടെ നല്ല റോഡുകൾ പാകിയില്ല. പാവപ്പെട്ടവന് നല്ലൊരു കൂര ഉണ്ടാക്കി കൊടുത്തില്ല. വ്യാവസായികമായി യാതൊരു അഭിവൃദ്ധിയും ഉണ്ടായില്ല. നല്ലൊരു ആരോഗ്യ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. വലിയ വലിയ പദ്ധതികൾ ഇവിടെ കടലാസുകളിൽ മാത്രം അവശേഷിച്ചു. യഥാർത്ഥ വികസനത്തിനായി ജനം കൊതിച്ചു. ജനങ്ങൾക്കുള്ള വീടുകൾ പോയിട്ട് വികസനം നടപ്പിലാക്കേണ്ട സർക്കാരിന് സ്വന്തമായി ഓഫീസുകൾ പോലും ഇല്ലായിരുന്നു. വിദേശത്ത് പോയി ഹോളിഡേ ചിലവഴിക്കാൻ പ്രസിദ്ധനായ ഇവിടുത്തെ യുവ എംപിക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു പാസ്പോർട്ട് ഓഫീസ് പോലും ഇല്ലായിരുന്നു. പിന്നീട് 2014 അമേഠിയിൽ നിന്ന് സേവനം ആരംഭിച്ചു. मैं यहाँ बदले की राजनीति करने नहीं आया, न मेरा वो रास्ता है. मैं यहाँ आया हूं बदलाव की राजनीति के लिए. ബിജെപിയുടെ അടിവേരായ സേവനത്തിന്റെ മാതൃക അമേഠിയും കണ്ടു തുടങ്ങി. പതിറ്റാണ്ടുകളായി നടക്കാത്തത് വെറും 5 വർഷം കൊണ്ട് സംഭവിച്ചു. അമേഠിയിൽ DM ഓഫീസും കൃഷി ഡയറക്ടറുടെ ഓഫീസും നിലവിൽ വന്നു. അഗ്നിശമന കേന്ദ്രം, കേന്ദ്രീയ വിദ്യാലയം, സൈനിക സ്കൂൾ, പെൺകുട്ടികൾക്കായി ഗേൾസ് കോളേജ് എന്നിവയും നിർമ്മിച്ചു. पहले जमीन में बैठ के स्कूल पढ़ते थे बच्चे, लेकिन आज बेंच पे बैठ के पढ़ते हैं. സമ്പൂർണ്ണ സൗകര്യങ്ങളുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിച്ചു. ഉടനെ തന്നെ ഫുർസത്ഗഞ്ച് വിമാനത്താവളത്തിൽ നിന്നും യാത്രാ വിമാനങ്ങളും യാഥാർത്ഥ്യമാകും. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഇന്ന് അമേഠിയാണ് ഒന്നാമത്. 15 വർഷം ഇതേ രാഹുൽ ഗാന്ധിയുടെ സ്വന്തമായിരുന്ന അമേഠിയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിർമ്മിച്ചത് 1,09,000 വീടുകളാണ്. 4 ലക്ഷം കുടുംബങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായി അടച്ചുറപ്പുള്ള ടോയ്ലറ്റ് ലഭിച്ചത് കഴിഞ്ഞ 5 വർഷത്തിലാണ്. അമേഠിയിലെ 50 ലക്ഷം ജനങ്ങളിൽ കുറഞ്ഞത് 16 ലക്ഷം ആളുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. ഒന്നാലോചിച്ചു നോക്കൂ. അമേഠിയിലെ 4 ലക്ഷം സ്ത്രീകൾക്ക് വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിൽ ജീവിക്കേണ്ടി വന്നിരുന്നു. അവർക്കിപ്പോൾ വൈദ്യുതി ഉണ്ട്. ആ സ്ത്രീകൾക്ക് ഗാന്ധി കുടുംബത്തോട് എത്ര ദേഷ്യമുണ്ടാവും. പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്ത് വിട്ടിരുന്ന ആ നാട്ടിലെ 3 ലക്ഷം കുടുംബങ്ങളിൽ കുടിക്കാൻ പൈപ്പുകളിൽ ശുദ്ധജലം ലഭിച്ചിരുന്നില്ല. അമേഠി ജില്ലയിൽ സ്വന്തം കളക്ടർ ഓഫീസിന് തറക്കല്ലിട്ടതും നിർമ്മാണം പൂർത്തിയാക്കിയതും അമിത്ഷായാണ്. അമേഠിയിലെ ആദ്യത്തെ CT സ്കാൻ മെഷീൻ മോദി ഗവൺമെന്റാണ് ആശുപത്രികളിൽ സ്ഥാപിച്ചത്. ആദ്യത്തെ ഡയാലിസിസ് സെന്റർ മോദി ഗവൺമെന്റാണ് കൊണ്ടുവന്നത്. ആദ്യത്തെ ബ്ലഡ് ബാങ്ക്, ആദ്യത്തെ പാസ്പോർട്ട് ഓഫീസ്, ഇതൊക്കെ മോദി സർക്കാരാണ് കൊണ്ടുവന്നത്. ചിന്തിക്കൂ, ഒരു ബ്ലഡ് ബാങ്ക് പോലും സ്ഥാപിച്ചില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അതിനവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതാണ് വസ്തുത. ഒരു കാലത്ത് പിന്നോക്കാവസ്ഥയിലായിരുന്ന അമേഠി ഇന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതിയിൽ രാജ്യത്ത് 1ാം സ്ഥാനത്താണ്. हमारा मकान कच्चा था, हमको घर मिल गया. अब वो मिल गया, घर में रहने लगे, अच्छा लगता है. दीदी को धन्यवाद. ഇന്ന് 5.5 ലക്ഷം അമേഠി നിവാസികൾക്ക് 5 ലക്ഷം വരെയുള്ള സൗജന്യ ചികിത്സ ലഭിക്കുന്നു. ഏകദേശം 2 ലക്ഷം സ്ത്രീകളുടെ അടുക്കള പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയാൽ തെളിഞ്ഞു കത്തുന്നു. ഇവിടെ റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാർ വിലയിൽ ധാന്യങ്ങൾ ലഭിക്കുന്നു. राशन जो है मुझे अच्छी क्वालिटी राशन मिलती है, समय समय में राशन भी मिलती है. കൃഷിക്കാർക്ക് ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല. 5.5 ലക്ഷം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിവർഷം 6,000 രൂപ സഹായധനമായി അക്കൗണ്ടിൽ നേരിട്ടെത്തുന്നു. मोदी जी जब से आए तब से हम लोगों के लिए ये 2000 में मिलती है. ഇന്ന് അമേഠിയിൽ മണ്ണ് പരിശോധന കേന്ദ്രം, കൃഷി വിജ്ഞാന കേന്ദ്രം, ടെക്നോളജി ഡിസമിനേഷൻ സെന്റർ, വിത്ത് ശേഖരണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു. അമേഠിയിൽ നല്ല വിളവുകൾ ഉണ്ടാവുക മാത്രമല്ല, AK-203 റൈഫിളുകളും ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. മാത്രമല്ല, രാജ്യത്തിന്റെ അഭിമാനമായി ഡിഫൻസ് കോറിഡോറുകളും നിർമ്മിച്ചു വരുന്നു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന അമേഠി ഊഞ്ചഹാർ റെയിൽ ലൈൻ പദ്ധതിയുടെ പ്രവർത്തനവും വേഗത്തിലായി. അമേഠി വ്യാപാര പൂർവാചൽ എക്സ്പ്രസ് വേയിലൂടെ ലക്നൌവിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു.
ഈ സേവനത്തിലൂടെ റായ്ബറേലി അയോധ്യ വരെ 104 കിലോമീറ്റർ നീളമുള്ള ഹൈവേയുടെ നിർമ്മാണം സാധ്യമായി. റെയിൽവേ സ്റ്റേഷനുകൾ, റോഡുകൾ, മേൽപ്പാലങ്ങൾ എന്നിവ ദ്രുതഗതിയിൽ നവീകരിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ പുരാതന വൈദ്യുത നിലയങ്ങളുടെ നവീകരണവും നടക്കുന്നു. रोडों में लाइट, गलियों में लाइट, रात में बेझिझक निकलते हैं हम लोग, डरते नहीं हैं। और पहले अंधेरा छाया रहता था, डर लगता था, और बारिश में निकलने में दिक्कत होती थी, बाहर कैसे निकले, पानी पानी हो रहा है, लेकिन रोड अच्छे से बन गया है. ഈ നല്ല റോഡുകൾ, ഈ സ്കൂളുകൾ, ഈ കോളേജുകൾ, ഈ പ്രത്യേക ആശുപത്രികൾ, ഈ ട്രോമ സെന്ററുകൾ, ഹീമോഡയാലിസിസ് യൂണിറ്റുകൾ, 4550 ലിറ്റർ ശേഷിയുള്ള ഒന്നിലധികം ഓക്സിജൻ വിതരണ പ്ലാന്റുകൾ സ്ഥാപിക്കൽ, കോവിഡ് കാലത്ത് പ്രതിദിനം 400 ഓക്സിജൻ സിലിണ്ടറുകൾ റീഫിൽ ചെയ്യൽ, ഡോക്ടർമാരുടെ ടെലിമെഡിസിൻ കൺസൾട്ടൻസി, ആത്മനിർഭർ അമേഠിയുടെ കഥ പറയുന്നു. ഇന്നത്തെ അമേഠി ക്യാബിനറ്റ് മന്ത്രിയും MP-യുമായ സ്മൃതി ഇറാനിയുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ നേർസാക്ഷ്യമാണ് ഇതും വ്യക്തമാണ്. സേവന മനോഭാവത്തോടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 15 ബില്യൺ രൂപയുടെ പദ്ധതി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി എന്നത് കേന്ദ്രത്തിൽ മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾ കണ്ടു. അത്രയും സൗകര്യങ്ങൾ കൊണ്ട്, അതേ സാമഗ്രികൾ കൊണ്ട് രാജ്യത്തിന് എത്രത്തോളം വികസനമുണ്ടാകുമെന്ന്. കഷ്ടപ്പാടുകളിൽ മുഴുകിയിരുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും കാണിച്ചു കൊടുത്തു. അധികാരത്തിന്റെയും സേവനത്തിന്റെയും വ്യത്യാസവും അവർ തിരിച്ചറിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രം മനസ്സിലേറ്റിക്കൊണ്ട് നാടിന്റെയും വയനാടിന്റെയും വികസന ശൃംഖല നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ജയ്